വിജിന്റെ നാടിനടുത്താണല്ലോ കുപ്പം. കുപ്പത്ത് ഈ ആളുകൾ സമരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാധ്യമങ്ങളുടെ ക്യാമറയൊക്കെ അവിടെ ഇത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും മണ്ണിടിഞ്ഞ് വീഴാണ്. ഇന്ന് 3 തവണയാണ് മണ്ണിടിഞ്ഞ് വീണിട്ടുള്ളത്. അവിടുത്തെ ഭൂപ്രകൃതി ഈ ദേശീയപാത പണിയുന്നതിന് മുമ്പ് തന്നെ ആ തരത്തിലാണ്. അപ്പോൾ മല ഇടിഞ്ഞ് കുന്നിടിഞ്ഞ് ഈ പിളർത്തിയ കുന്നിടിഞ്ഞ് ഇങ്ങനെ മണ്ണ് വന്നുകൊണ്ടിരിക്കുന്ന ജനങ്ങളോട് നമ്മൾ വേറെ വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവരെ സംബന്ധിച്ച് അവരുടെ ജീവിതം സംബന്ധിച്ച് ആശങ്കയാണ്. അവരോട് ഞങ്ങൾ കഴിഞ്ഞ 10 വർഷമായി നിശ്ചയദാർഢ്യത്തോടു കൂടി പോരാടുകയാണ് എന്നല്ലല്ലോ പറയേണ്ടത്. അവരുടെ ആശങ്ക എങ്ങനെ പരിഹരിക്കുമെന്നുള്ളതല്ലേ? അഭിലാഷ്, 2 ഭാഗങ്ങൾ. കുപ്പത്തെ മറുപടി ഞാൻ പറയാം. അതിനു മുന്നേ ഇവിടുത്തെ കോൺഗ്രസ് പ്രതിനിധി ശ്രീ അനൂപിന് അദ്ദേഹത്തിന് മുഹമ്മദ് റിയാസിനെ വിമർശിച്ചതുകൊണ്ട് എന്തെങ്കിലും പ്രമോഷൻ കിട്ടുന്നുണ്ടെങ്കിൽ അദ്ദേഹം വിമർശിച്ചോളൂ. അത് അല്ലാതെ ഇങ്ങോട്ട് തിരിച്ചു പറയേണ്ടതില്ല. നിങ്ങൾക്കൊരു അജണ്ടയുണ്ട്. മുഹമ്മദ് റിയാസിനെ പോലുള്ള കേരളത്തിലെ മന്ത്രിമാർ നടത്തുന്ന പ്രവർത്തനം, ഇടത് സർക്കാരിലെ പിണറായി സർക്കാരിലെ മന്ത്രിമാർ നടത്തുന്ന പ്രവർത്തനത്തിൽ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ കുറച്ചുപേർ ടാർഗറ്റ് ചെയ്തോ, അതിൽ ശ്രീ മുഹമ്മദ് റിയാസിനെ അങ്ങ് ടാർഗറ്റ് ചെയ്ത് ഞങ്ങൾ ചർച്ച ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊമോഷൻ കിട്ടുമോ അതങ്ങ് വാങ്ങിച്ചോളൂ. അത് മറ്റൊരു ഭാഗം. ഇവിടെ ഞാനൊരു MLA തന്നെയാണ്. ഞാൻ പറഞ്ഞൊരു ഉപമയായി മനസ്സിലാക്കാത്ത വിധത്തിലാണ് ശ്രീ ലീഗിൻ്റെ പ്രതിനിധിയും കോൺഗ്രസിൻ്റെ പ്രതിനിധിയും ഇവിടെ സംസാരിക്കുന്നു. ഉപമയായി മനസ്സിലാക്കാൻ പഠിക്കൂ സഹോദര. ആദ്യം ഞാൻ അവിടെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തെ, ഈ പൊട്ടി വീണ പ്രശ്നത്തെ, ഇവിടെ മണ്ണിടിഞ്ഞ് വീണ പ്രശ്നത്തെ ഞാൻ ലഘൂകരിച്ച് ഒരു ഓടാൻ കഷ്ണം പൊട്ടിയതാണ് എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഒരു ഉപമ പറഞ്ഞതിനെ ആ അർത്ഥത്തിൽ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്നെനിക്കറിയാം. മറ്റൊരു ഭാഗം, ശ്രീ മുഹമ്മദ് റിയാസ് അദ്ദേഹം PWD മിനിസ്റ്റർ എന്ന രീതിയിൽ അദ്ദേഹം നടത്തിയ ഇടപെടൽ കേരളത്തിലെ 140 MLA-മാർക്കും അറിയാം. ലീഗിൻ്റെ MLA-മാരോടും കോൺഗ്രസ് MLA-മാരോടും ചോദിച്ചാൽ അറിയാം. അദ്ദേഹത്തിന് എന്തൊക്കെയാണോ അദ്ദേഹത്തിൻ്റെ പരിമിതിക്കകത്തു നിന്നുകൊണ്ട് നിർവഹിക്കാൻ പറ്റുക, ആ നിർവഹിക്കൽ നാഷണൽ ഹൈവേയുടെ വികസനവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള മന്ത്രി തന്നെയാണ് ശ്രീ മുഹമ്മദ് റിയാസ്. അത് ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ അങ്ങ് അടിച്ച് തകർത്ത് കളയാമെന്ന് നോക്കിയാൽ അത് ജനഹൃദയങ്ങളിൽ നിന്ന് അത്ര വേഗം നിങ്ങൾക്ക് തകർത്ത് കളയാൻ പറ്റില്ല എന്നത് മാത്രമാണ് എൻ്റെ മറുപടി. മറ്റൊരു ഭാഗം, അങ്ങിവിടെ ചോദിച്ച ചോദ്യം കുപ്പത്തെ വിഷയത്തിൽ അങ്ങേക്കറിയാം. മാതൃഭൂമി ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർ ചോദിച്ചാൽ അറിയാം. കല്യാശ്ശേരിയുടെയും തളിപ്പറമ്പിൻ്റെയും ബോർഡറിലാണ്. ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ പോയി സ്ഥലത്തെത്തിയിരുന്നു. ഞാൻ അവിടെ പോയി കളക്ടറുമായിട്ട് കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. RDOയും പ്രൊജക്ട് ഡയറക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ അവിടേക്ക് വന്നിരുന്നു. ഞാൻ അവരുമായിട്ടെല്ലാം ബന്ധപ്പെടൽ നടത്തിയിരുന്നു. ഒരു ജനപ്രതി എന്ന രീതിയിൽ ആ ബന്ധപ്പെടൽ നടത്തിയിരുന്നു. ഗോവിന്ദ മാഷ് അദ്ദേഹം തിരുവനന്തപുരത്തായിരുന്നു. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഓഫീസും ബന്ധപ്പെട്ടു. ഞാൻ ഒരു ജനപ്രതി എന്നൊരു ഉത്തരവാദിത്വത്തോടു കൂടി അവിടെ പോയിരുന്നു. ഇവിടെ നേരത്തെ ആരോ ചർച്ചയിൽ ആരും പോയില്ല എന്നൊക്കെ പറയുന്നത് കേട്ടു. ഞാനവിടെ ഉണ്ടായിരുന്നു. മാധ്യമങ്ങളോട് ഞാൻ സംസാരിച്ചിരുന്നു. ജില്ലാ കളക്ടറുമായിട്ട് സംസാരിച്ചിരുന്നു. ആ പ്രശ്നത്തിൽ അടിയന്തര പ്രാധാന്യത്തോടു കൂടി ഇടപെടേണ്ട കാര്യങ്ങളെല്ലാം ഇവിടെ നിർവഹിച്ചിട്ടുണ്ട്. ജനങ്ങളുടെ പ്രശ്നത്തെ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ അടിയന്തര പ്രാധാന്യത്തോടുള്ളത് അവിടെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറോട് കൂടി സംസാരിച്ചിട്ടാണ് ആ വിഷയത്തിൽ വന്നത്. ശാശ്വതമായ പരിഹാരം നമുക്കറിയാം. ഒറ്റ നിമിഷം കൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒന്നല്ല. അതിൽ ശാശ്വതമായ പരിഹാരം ഉണ്ടാകണം എന്ന നിർദ്ദേശവും നടത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പ്രശ്നമുണ്ടായി, ശരിതാണ്, ഗുരുതരമാണ്. ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തെ അത് പ്രശ്നമല്ല എന്നൊന്നും കണ്ടുകൊണ്ടല്ല നമ്മൾ അവിടുന്ന് മാറുന്നത്. ആ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ആ പ്രശ്നത്തെ പരിഹരിക്കുക. നാഷണൽ ഹൈവേ വികസനം എന്നത് കേരളത്തിൻ്റെ ഒരു സ്വപ്നമാണ്. അത് ആകെ മോശമാണ് എന്ന് പറയരുതെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ജനങ്ങളുടെ പ്രശ്നത്തെ കണ്ടുകൊണ്ട് അതിലിപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ 6-ാം തീയതി അടിയന്തരമായ യോഗം വിളിച്ചിട്ടുണ്ട്. PWD മിനിസ്റ്റർ അതുമായി ബന്ധപ്പെട്ട NHAയുടെ അതോറിറ്റിയുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അടിയന്തര പ്രാധാന്യത്തോടു കൂടി ഇത്തരം പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടി കേരള ഗവൺമെന്റും മുഖ്യമന്ത്രിയും ഗൗരവത്തിൽ കണ്ട് തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് അടിയന്തരമായ അത്തരം യോഗങ്ങൾ വിളിച്ചു ചേർത്തുകൊണ്ടുള്ള നടപടിക്രമങ്ങളിലേക്കും ഗവൺമെന്റ് കാണുന്നു. ഗൗരവമായി തന്നെയാണ് ഈ വിഷയത്തെ കാണുന്നത്. ഗൗരവത്തോടുകൂടെ കാണും. മുഖ്യമന്ത്രി അടക്കം യോഗം വിളിച്ചിട്ടുണ്ട് എന്നാണ് ഇവിടുത്തെ സർക്കാർ അല്ലെങ്കിൽ സർക്കാരിന്റെ പക്ഷം വിശദീകരിക്കുന്നത്.